നമസ്കാരം. IT എന്ന സബ്ജക്റ്റിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ മെമ്മറി എന്നൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ CPU എന്ന ടോപ്പിക്കിലാണ് കമ്പ്യൂട്ടർ മെമ്മറി വരുന്നത്. അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പല പരീക്ഷകളിൽ വന്നിട്ടുള്ളൊരു ഭാഗമാണ്. കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ അഖിൽ, ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പ്രധാനമായും മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, രണ്ട് CPU, മൂന്നാമത്തത് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇപ്പൊ ഇൻപുട്ട് യൂണിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. CPU വരുന്നുണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് വരുന്നുണ്ട്. അതിൽ CPU എന്ന ഭാഗത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വലിയൊരു പെട്ടിയാണ് വരുന്നത്. CPU എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മൈക്രോ പ്രോസസ്സറിനെയും അതിൻ്റെ അനുബന്ധ പാർട്സിനെയുമാണ്. ഓക്കെ, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫാക്റ്റാണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നു? CPU നെ വിളിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് ALU, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ALU. രണ്ട് കൺട്രോൾ യൂണിറ്റ്, മൂന്ന് മെമ്മറി യൂണിറ്റ്. അപ്പോൾ CPU-ന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഓക്കെ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് പേര് തന്നെയുണ്ട്. അരിത്തമെറ്റിക് ലോജിക് ഫങ്ഷൻസ്, കമ്പാരിസൺസ്, അഡീഷൻസ്, സബ്ട്രാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? ALU യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനുള്ള സിഗ്നൽസ് ഒക്കെ എവിടെ നിന്നാണ്? കൺട്രോൾ യൂണിറ്റ് ആണ് പോകുന്നത്. മൂന്ന് മെമ്മറി യൂണിറ്റ്, മെമ്മറിയുടെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോറേജ് ആണ്. ഓക്കെ, അപ്പൊ CPU എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏത് പാർട്ടിൽ നിന്നാണ്? കമ്പ്യൂട്ടർ മെമ്മറി എന്ന ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നമ്മുടെ ഡിവിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ മെമ്മറി പ്രധാനമായും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പ്രൈമറി മെമ്മറി, രണ്ടാമത്തത് സെക്കൻഡറി മെമ്മറി. അപ്പൊ ശ്രദ്ധിച്ചോണം, കമ്പ്യൂട്ടർ മെമ്മറിയുടെ പ്രധാനപ്പെട്ട ഡിവിഷൻ ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഓക്കെ, പ്രൈമറി നമുക്കറിയാം. പ്രൈമറി നമ്മൾ പറയാം എൻ്റെ പ്രൈമറി ഫോണാണ്, സെക്കൻഡറി ഫോണാണ് എന്നൊക്കെ പറയും. അപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ അതിനെന്തോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അതിനെന്തോ പ്രയോറിറ്റി ഉണ്ട്. പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ CPU-മായി, ദാറ്റ് ഈസ് മൈക്രോ പ്രോസസറുമായി ഡയറക്റ്റ് കണക്ഷനുള്ള മെമ്മറികളെയാണ് പ്രൈമറി മെമ്മറികൾ എന്ന് വിളിക്കുക. പ്രൈമറി മെമ്മറി ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? CPU, ദാറ്റ് ഈസ് മൈക്രോ പ്രോസസറുമായി ഡയറക്റ്റ് കണക്ഷനുള്ള മെമ്മറികളാണ് എന്ത്? പ്രൈമറി മെമ്മറി. അതായത് പ്രൊസസർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പ്രൈമറി മെമ്മറി ഡിസൈൻ ചെയ്യുന്നു. പിന്നീട് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റത്തില്ല. ചേഞ്ചസ് വരുത്തണമെങ്കിൽ പ്രൊസസറിലെ സെറ്റിംഗ്സും പ്രോഗ്രാംസും ഒക്കെ മാറ്റണം. അതുമല്ല, പ്രൊസസർ എപ്പോഴും ഡേറ്റ ഫെച്ച് ചെയ്യുന്നത് ഏത് മെമ്മറിയിൽ നിന്നായിരിക്കും? പ്രൈമറി മെമ്മറിയിൽ നിന്നായിരിക്കും. അതായത് പ്രൊസസറുമായി ഡയറക്റ്റ് കോണ്ടാക്ട് എപ്പോഴും ഏത് മെമ്മറികൾക്കായിരിക്കും? പ്രൈമറി മെമ്മറികൾക്കാണ്. അതുകൊണ്ട് സംടൈംസ് പ്രൈമറി മെമ്മറി നമ്മൾ മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നുണ്ട്. ഈ പ്രൈമറി മെമ്മറിയുടെ എക്സാമ്പിളിലെ നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയും. പ്രൈമറി മെമ്മറിയെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? മെയിൻ മെമ്മറി എന്നും വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിച്ചോണം, പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങൾ റാം, റോം. നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് റാം, റോം. അപ്പോൾ പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെ? റാമും റോമും. നമ്മൾ ചിലപ്പോഴൊക്കെ മെയിൻ മെമ്മറി എന്ന് റാമിനെ വിളിക്കാറില്ല, കാരണം എന്താണത്? പ്രൈമറി മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റാമിനെ കുറിച്ച് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി. ശ്രദ്ധിക്കുക, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ റാമിന്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ റാമുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. റാമിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു? ടെമ്പററി, ഓർമ്മയുണ്ടല്ലോ. വോളറ്റൈൽ, വോളറ്റൈൽ മീൻസ് എന്താണ്? പവർ ഓഫ് ചെയ്താൽ അതിലെ കണ്ടന്റ് നഷ്ടമാകും. ഓക്കെ, അപ്പോൾ ടെമ്പററി ആണ്, വോളറ്റൈൽ ആണ്. മൂന്നാമത്തത് റീഡ് റൈറ്റ് മെമ്മറി. എന്താണ് പ്രത്യേകത? റീഡ് റൈറ്റ് മെമ്മറി. റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറയുന്നത് യൂസറിന്റെ ഉദ്ദേശമാണ്. റാമിനെ റീഡ് റൈറ്റ് മെമ്മറി എന്ന് വിളിക്കുന്ന ആരെ ഉദ്ദേശമാണ്? യൂസറിന്റെ ഉദ്ദേശമാണ്. അതായത് ഒരു യൂസറിന് റാമിലുള്ള ഡേറ്റ റീഡ് ചെയ്യാനും അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനും സാധിക്കും. ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു കമ്പ്യൂട്ടറോ
മൊബൈലോ ഒക്കെ വാങ്ങുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ എന്തിന്റെ കപ്പാസിറ്റി നോക്കാറുണ്ട്? റാമിന്റെ കപ്പാസിറ്റി നോക്കാറുണ്ട്. റാമിന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. പിടിയല്ലോ. അപ്പോൾ റാമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റീഡ് റൈറ്റ് മെമ്മറിയാണ്, ടെമ്പററി ആണ്, വോളറ്റൈൽ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണോ കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ സാധാരണ ലാപ്ടോപ്പും കമ്പ്യൂട്ടറിനൊക്കെ 4GB അല്ലെങ്കിൽ 2GB റാമുകൾ കാണും. മൊബൈൽ ഫോൺ ആണെങ്കിൽ 6GB 8GB 12GB ഒക്കെ വാങ്ങും. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം താൽക്കാലികമായി സേവ് ചെയ്യപ്പെടുന്നത് റാമിലാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതെല്ലാം എവിടെയാണ് താൽക്കാലികമായി സേവ് ചെയ്യപ്പെടുന്നത്? റാമിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്നറിയപ്പെടുന്ന മെമ്മറി എന്ന് ചോദിച്ചാൽ ഏതാണ്? റാം. കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്നറിയപ്പെടുന്ന മെമ്മറി ഏതാണ്? റാം. കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്തിനെ വിളിക്കുന്നു? റാമിനെയാണ് കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്നറിയപ്പെടുന്ന മെമ്മറി ഏതാണ്? റാം ആണ്. അതങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പം വേർഡ് ഓപ്പൺ ചെയ്തു. വേർഡ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ടൈപ്പ് ചെയ്യാണ്. സേവാസ് ഒന്നും കൊടുത്ത് സേവ് ചെയ്തില്ല. അപ്പോൾ പവർ പോയി എന്നേറ്റും ആ കണ്ടന്റ് പോകത്തില്ലയോ? വിച്ച് മീൻസ് നമ്മൾ ആ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം എവിടെയാണുള്ളത്? റാമിലാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സേവാസ് കൊടുത്തിട്ട് ഒരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യും. ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? സേവിങ്. അപ്പോൾ റാമിലുള്ള ഡേറ്റയെ പെർമനന്റ് ആയിട്ട് ഒരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സേവിങ്. റാമിലുള്ള ഡേറ്റയെ പെർമനന്റ് ആയി ഒരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സേവിങ്. റാമിലുള്ള ഡേറ്റയെ പെർമനന്റ് ആയി ഒരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സേവിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ റാമിനെ കുറിച്ച് അത്രയും പോയിന്റ്സ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊബൈലൊക്കെ വാങ്ങുമ്പോൾ റാമിന്റെ കപ്പാസിറ്റി നോക്കുന്നത് എന്നൊരു ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ. നമ്മുടെ വർക്കിംഗ് സ്പേസ് ആണ്, വർക്കിംഗ് ഏരിയ ആണ്. ഓക്കെ, പ്രധാനമായും സിസ്റ്റങ്ങളിൽ 2 തരം റാമുകളാണുള്ളത്: ഡി റാം, എസ് റാം. ശ്രദ്ധിച്ചോണം, എന്തൊക്കെയാണ്? ഡി റാം, എസ് റാം. പ്രധാനമായും സ്പെഷ്യൽ പർപ്പസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ യൂസിന് വാങ്ങാം. നോർമൽ കേസ് 2 റാമുകളുണ്ട്. ഒന്ന് ഡി റാം, രണ്ടാമത്തത് എസ് റാം. ഡി റാമിന്റെ പ്രത്യേകത ഡൈനാമിക് റാം. എന്താണ്? ഡൈനാമിക് റാം. എസ് റാം സ്റ്റാറ്റിക് റാം. ഇപ്പൊ ഡൈനാമിക് റാമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമ്മൾ റാം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡി റാമിനെയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വേഗത കുറഞ്ഞ ഒരു റാമാണ് ഇത് ഡി റാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ നോർമലി റാം എന്ന് റെപ്രസെന്റ് ചെയ്ത റാമിനെയാണ്, ഡി റാമിനെയാണ്. അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്ലോവർ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. അതിന് പീരിയോഡിക് റിഫ്രഷ്മെന്റ് ആവശ്യമാണ്. ഡി റാമിന്റെ പ്രത്യേകത ഓർത്ത് എന്താണ്? ഇറ്റ് നീഡ്സ് പീരിയോഡിക് റിഫ്രഷ്മെന്റ്. അതായത് നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ റാമിലെ കണ്ടന്റ് 80 അല്ലെങ്കിൽ 85% ഫില്ലാണ്, അത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾ ചെയ്യാറുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? പീരിയോഡിക് റിഫ്രഷ്മെന്റ്. അപ്പൊ ഇതാണ് ഡി റാം. അപ്പോൾ ഡി റാമിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് നീഡ്സ് പീരിയോഡിക് റിഫ്രഷ്മെന്റ്, സ്ലോവർ ആൻഡ് ഇൻഎക്സ്പെൻസീവ്. ക്ലിയർ ആണല്ലോ. ഇനി എസ് റാം, ഫാസ്റ്റർ ആൻഡ് എക്സ്പെൻസീവ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഫാസ്റ്റർ ആണ്, എക്സ്പെൻസീവ് ആണ്. കമ്പ്യൂട്ടറിലെ വേഗതയേറിയ മെമ്മറികളിൽ ഒന്നായ ക്യാഷെ മെമ്മറിയായി ആക്ട് ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള മെമ്മറിയാണ്. അപ്പോൾ ക്യാഷെ മെമ്മറിയായി ആക്ട് ചെയ്യുന്നത് ഏത് റാം എന്ന് ചോദിച്ചാൽ ഏതാണ്? എസ് റാം. ക്ലിയർ ആണല്ലോ. അപ്പൊ റാമിനെ കുറിച്ചുള്ള എല്ലാ പോയിന്റും കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ റോം, റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി എന്ന് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? യൂസറിനെ ഉദ്ദേശിച്ചാണ് പറയുക. പെർമനന്റ് ആണ്, നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ റോമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റീഡ് ഓൺലി മെമ്മറി ആണ്, പെർമനന്റ് ആണ്, നോൺ വോളറ്റൈൽ ആണ്. റീഡ് ഓൺലി മെമ്മറി, പെർമനന്റ്, നോൺ വോളറ്റൈൽ റോമിന്റെ പ്രത്യേകത ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ റോമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമുക്കറിയാം കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ബുദ്ധിയില്ല. ഭാവിയിൽ അതിൽ ചെയ്യാൻ സാധ്യതയുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻസ് എല്ലാം അതിനെ നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻസിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഫോംവെയർ എന്ന് വിളിക്കും. ഓക്കെ, ഈ ഫോംവെയർ റോമിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർമനന്റ് സോഫ്റ്റ്വെയർ സ്റ്റോർഡ് ഇൻ എ റോം. റോമിൽ സേവ് ചെയ്തിരിക്കുന്ന പെർമനന്റ് സോഫ്റ്റ്വെയർ ആണ് ഇത് ഫോംവെയർ. അതുപോലെ ബൂട്ടിങ്ങിന് സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബയോസ്. ഈ ബയോസിന്റെ ഭാഗമായിട്ടാണ് ഫോംവെയറും വരുന്നത്. ബൂട്ടിങ്ങിന് സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇത് എവിടെയാണ്? റോമിലാണ്. പിടിയിട്ടല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫോംവെയർ എന്നൊരു സോഫ്റ്റ്വെയർ അത് ഇൻബിൽറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഉണ്ട്.
മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ എവിടെ വെച്ചിട്ടുണ്ട്? റോമിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഫേംവെയറിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഹാർഡ്വെയറിനോടൊപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് സംടൈംസ് ഫേംവെയറിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഹാർഡ്വെയർ എന്നറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫേംവെയർ ആണ്. ഹാർഡ്വെയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫേംവെയർ ആണ്. അതേപോലെ ബൂട്ടിങ്ങിന് സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പൊ ഫേംവെയർ, ബയോസ് ഇത് രണ്ടും എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്? റോമിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു യൂസറിനെ ഉദ്ദേശിച്ച് അതിനെ റീഡ് ഓൺലി മെമ്മറി എന്ന് വിളിക്കുന്ന മനസ്സിലായല്ലോ? നമ്മൾ കയറി അതിനകത്ത് പണി ഞാൻ ഫേംവെയർ കേടാവും, പിന്നെ എന്തെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ആവുമോ? ഇല്ല. ഇനി ടൈപ്സ് ഓഫ് റോം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. പ്രോം, ഇപ്രോം, ഇപ്രോം, എം റോം. പ്രോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ ശ്രദ്ധിച്ചോണം, പ്രോഗ്രാമബിൾ ആണ്, പക്ഷേ യൂസറെ ഉദ്ദേശിച്ചാണ് ഇത് വിളിക്കുന്നത് റീഡ് ഓൺലി മെമ്മറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? പ്രോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാം ചെയ്യാൻ കഴിയും വൺ ടൈം. അപ്പോൾ ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന റോമുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോം. അപ്പോൾ പ്രോഗ്രാമബിൾ ആണ്. എന്താണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ? വൺ ടൈം പ്രോഗ്രാമബിൾ. രണ്ടാമത്തത് ഇ പ്രോം, ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം. എറൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇറ്റ് നീഡ്സ് UV റേസ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് എറൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? UV റേസ്, അൾട്രാ വയലറ്റ് റേസ് വേണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പ്രോമിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് നീഡ്സ് UV റേസ്. അപ്പൊ നമുക്ക് അത്ര ഫ്രണ്ട്ലി ആണോ? അല്ല. മൂന്നാമത്തത് ഇ പ്രോം, ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റോം. ഈ പ്രോം എന്താണ്? ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റോം. അത് വളരെ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെന്ന് ചോദിച്ചാൽ ഈ പ്രോം ആണ്. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ ഡ്രൈവോ SD കാർഡ്സോ ഒക്കെ ഈ ഒരു കാറ്റഗറി വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഇലക്ട്രിക്കൽ കമന്റ് കൊടുക്കും, അതിലെ കണ്ടന്റ് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോണം. ഈ പ്രോമുകൾ എന്താണ്? മോസ്റ്റ് കോമൺ ടൈപ്പ്. നാലാമത്തത് എം റോം, മാസ്ക് റോം എന്നറിയപ്പെടും. എം റോമിന്റെ പൂർണ്ണരൂപം എന്താണ്? മാസ്ക് റോം. അത് പ്രീ പ്രോഗ്രാംഡ് ആണ്. പ്രീ പ്രോഗ്രാംഡ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ടൈപ്സ് ഓഫ് റോമിൽ പ്രോം പ്രോഗ്രാമബിൾ ആണ്. എത്ര തവണ? വൺ ടൈം. ഈ പ്രോം എന്താണ് പ്രത്യേകത? ഇറൈസബിൾ ആണ്, പക്ഷെ ഇറ്റ് നീഡ്സ് UV റേസ്. റേസ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? UV റേസ് സപ്പോർട്ട് ആവശ്യമാണ്. ഈ പ്രോമിന്റെ പ്രത്യേകത എന്താണ്? മോസ്റ്റ് കോമൺ ടൈപ്പ്. ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ഏതാണ്? ഈ പ്രോം ആണ്. അതുപോലെ എം റോമിന്റെ പ്രത്യേകത എന്താണ്? മാസ്ക് റോം. മാസ്ക് റോം അതായത് പ്രീ പ്രോഗ്രാംഡ് ആണ്. പ്രീ പ്രോഗ്രാംഡ്. അപ്പൊ ഇത്രയുമാണ് പ്രൈമറി മെമ്മറിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. കിട്ടിയല്ലോ? പ്രൈമറി മെമ്മറി എന്ത് വിളിക്കുന്നു? മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നു. പ്രോസസ്സറുമായി ഡയറക്റ്റ് കണക്ഷൻ, വിച്ച് മീൻസ് പ്രോസസ്സർ എപ്പോഴും ഡേറ്റ എവിടുന്നേ ഫെച്ച് ചെയ്യത്തുള്ളൂ? പ്രൈമറി മെമ്മറികളിൽ നിന്ന് മാത്രമേ ഫെച്ച് ചെയ്യത്തുള്ളൂ. പ്രൈമറി മെമ്മറികൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? റാം, റോം. എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? റാം, റോം. ഓക്കെ, അപ്പൊ റാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? റാമിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ടെമ്പററി ആണ്, വോളറ്റൈൽ ആണ്, റീഡ് റൈറ്റ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്നറിയപ്പെടുന്നു. റാമിലുള്ള ഡേറ്റയെ പെർമനന്റ് ആയിട്ട് ഒരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സേവിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയും കിട്ടി. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് റാം പറഞ്ഞു. ഡി റാമും എസ് റാമും. ഡൈനാമിക് റാം എന്താണ് പ്രത്യേകത? ഇറ്റ് നീഡ്സ് പീരിയോഡിക് റിഫ്രഷ്മെന്റ്. സ്ലോവർ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. നോർമലി കോമൺലി യൂസ് ചെയ്യുന്ന സിസ്റ്റം, സാധാരണ സിസ്റ്റങ്ങളിൽ അതാണ് യൂസ് ചെയ്യുന്നത്. എസ് റാം എന്തൊക്കെയായിരുന്നു പ്രത്യേകത? ഫാസ്റ്റർ, എക്സ്പെൻസീവ്. ഫാസ്റ്റർ, എക്സ്പെൻസീവ്. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ക്യാഷെ മെമ്മറിയായി ആക്ട് ചെയ്യുന്നു. അത് ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ അടുത്ത കേസിൽ റോമിന്റെ പ്രത്യേകത പഠിച്ചു. യൂസറിനെ ഉദ്ദേശിച്ച് റീഡ് ഓൺലി മെമ്മറിയാണ്, പെർമനന്റ് ആണ്, നോൺ വോളറ്റൈൽ ആണ്. റോമിൽ സേവ് ചെയ്തിരിക്കുന്ന പെർമനന്റ് സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഫേംവെയർ. കമ്പ്യൂട്ടറിന് ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നു. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതേപോലെ ഹാർഡ്വെയർ എന്ന വിശേഷണമുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ റോമിൽ സേവ് ചെയ്തിരിക്കുന്ന ബൂട്ടിങ്ങിന് സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത്? ബയോസ്. ക്ലിയർ ആണല്ലോ? പിന്നെ ടൈപ്സ് ഓഫ് റോമിനെ കുറിച്ച് പറഞ്ഞു. പ്രോം പ്രോഗ്രാമബിൾ ആണ്, പക്ഷേ വൺ ടൈം. ഈ പ്രോം ഇറൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇറ്റ് നീഡ്സ് UV റേസ്. ഈ പ്രോം മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ്. എം റോം എന്താണ്? പ്രീ പ്രോഗ്രാംഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ കമ്പ്യൂട്ടറെ സംബന്ധിച്ചോളം പ്രൈമറി മെമ്മറി ആയ റാമും റോമും ഉണ്ട്. അപ്പൊ റോമിൽ യൂസറിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മെമ്മറിയാണ്? റാം ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ റാമിന്റെ കപ്പാസിറ്റി 4 GB, 6 GB, 10 GB, 12 GB ഒക്കെ ആയിരിക്കും. അതിൽ കൂടുതൽ വരില്ല, കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള ഡിവൈസുകൾ കണ്ടുപിടിച്ചിട്ട്
ഡേറ്റ താൽക്കാലികമായിട്ട് അവിടെ വെക്കും. അവിടുന്ന് പ്രൈമറി മെമ്മറി കോപ്പി ചെയ്ത് ആർക്ക് കൊടുക്കും? പ്രൊസസ്സറിന് കൊടുക്കും. കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള മെമ്മറികളിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഡേറ്റ പ്രൊസസ്സറിന് ആവശ്യമുള്ളപ്പോൾ ആരെടുക്കും? പ്രൈമറി മെമ്മറി എടുക്കും. ദാറ്റ് ഈസ് റാം റോം. റാമിന്റെ കേസാണ് പറയുന്നത്. അവിടുന്ന് ആരെടുത്തോളും? ഈ പറഞ്ഞ പ്രൊസസ്സർ എടുത്തോളും. ഇങ്ങനൊരു കൺസെപ്റ്റിലാണ് സെക്കൻഡറി മെമ്മറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓക്സിലറി സപ്പോർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നു. അപ്പോൾ സെക്കൻഡറി മെമ്മറിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി. കിട്ടിയല്ലോ. സെക്കൻഡറി മെമ്മറിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി. ഓക്കെ, ഇനി സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഒന്ന്, മാഗ്നറ്റിക് മെമ്മറികൾ. ആ മാഗ്നറ്റിക് മെമ്മറികളുടെ കാറ്റഗറിയിലാണ് ഹാർഡ് ഡിസ്കും ഫ്ലോപ്പിയും വരുന്നത്. ഇതിലാണ് ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി എന്തിൽ വരുന്നു? മാഗ്നറ്റിക് മെമ്മറികളുടെ കാറ്റഗറിയിലാണ് ഹാർഡ് ഡിസ്കും ഫ്ലോപ്പിയും വരുന്നത്. അടുത്തത് ഓപ്റ്റിക്കൽ മെമ്മറികൾ. അതിലാണ് CD, DVD, BRD. അറിയാലോ, കോമ്പാക്ട് ഡിസ്ക്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, ബ്ലൂറേ ഡിസ്ക്. അപ്പോൾ ഓപ്റ്റിക്കൽ ഡിസ്കിലാണ് എന്തൊക്കെ വരുന്നത്? CD, DVD, BRD. കോമ്പാക്ട് ഡിസ്ക്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, അതേപോലെ ബ്ലൂറേ ഡിസ്ക്. ലാസ്റ്റ് ഫ്ലാഷ് മെമ്മറി. കൃത്യമായി പറഞ്ഞാൽ നോൺ വോളറ്റൈൽ പ്രോമുകളാണ് ഫ്ലാഷ് മെമ്മറി. അത് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും. USB ഡിവൈസസും SD കാർഡ്സും SD കാർഡ്സും അതിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി, CD, DVD, BRD, USB, SD കാർഡ്സ് ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സെക്കൻഡറി മെമ്മറികൾക്ക് എക്സാമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഒന്നുകൂടെ കറക്റ്റ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് പഠിച്ചു. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഓപ്റ്റിക്കൽ മെമ്മറി ഏത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെമ്മറി ഏത്, ഫ്ലാഷ് മെമ്മറി അല്ലാത്ത ഇത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി ഓരോന്ന് നോക്കണം. ഫസ്റ്റ്, സ്റ്റോർ ഹൗസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ സ്റ്റോർ ഹൗസ് എന്നറിയപ്പെടുന്ന എന്തിനെ എന്ന് ചോദിച്ചാൽ അത് ഹാർഡ് ഡിസ്കിനെയാണ്. ശ്രദ്ധിച്ചോണം, കമ്പ്യൂട്ടറിന്റെ സ്റ്റോർ ഹൗസ് എന്ന് നമ്മൾ ഏത് മെമ്മറിയെ വിളിക്കുന്നു? ഹാർഡ് ഡിസ്കിനെ വിളിക്കുന്നു. ഹാർഡ് ഡിസ്കിന്റെ വിശേഷണമാണ് എന്ത്? സ്റ്റോർ ഹൗസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ സ്റ്റോർ ഹൗസ് എന്നറിയപ്പെടുന്നു. ആദ്യമായി ഹാർഡ് ഡിസ്കുകൾ ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് റേ ജോൺസൺ. ഹാർഡ് ഡിസ്കുകൾ ഡെവലപ്പ് ചെയ്ത ആരെന്ന് ചോദിച്ചാലാണ്? റേ ജോൺസൺ ആണ് ഹാർഡ് ഡിസ്കുകൾ ഡെവലപ്പ് ചെയ്ത. ആരാണ്? റേ ജോൺസൺ. IBM കമ്പനിക്ക് വേണ്ടിയാണ്, ഇന്റർനാഷണൽ ബിസിനസ് മിഷൻസ്. നമുക്കറിയാം IT കമ്പനിയാണ്. ഇന്നുള്ളതിൽ വെച്ച് പൈനിയർ ആയിട്ടുള്ള ഒരു IT കമ്പനിയാണ്. ബിഗ് ബ്ലൂ എന്ന അപരനാമത്തിലാണ് IBM അറിയപ്പെടുന്നത്. IBMന്റെ അപരനാമം എന്താണ്? ബിഗ് ബ്ലൂ. അപ്പോൾ ശ്രദ്ധിച്ചോണം, റേ ജോൺസൺ IBM ആണ് ആദ്യമായിട്ട് ഹാർഡ് ഡിസ്ക് ഡെവലപ്പ് ചെയ്തത്. ഇനി ശ്രദ്ധിച്ചോണം, ഒരു ഹാർഡ് ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് എന്തെന്ന് ചോദിച്ചാൽ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് എന്ന് പറയും. ചെലന്തി വല കെട്ടിയോലിരിക്കും. പിടിയിട്ടല്ലോ, ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. ഇങ്ങനെ കുറച്ച് കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുക? ട്രാക്സ് എന്ന് വിളിക്കുക. ഇതിൽ ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ത് വിളിക്കുക? സെക്ടർ. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് എന്താ ചോദിച്ചാൽ എന്താണ്? ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. ആ കോൺസെൻട്രിക് സർക്കിൾസിനെ ട്രാക്സ് എന്നും അതിലെ ചെറിയ യൂണിറ്റിനെ നമ്മൾ സെക്ടർ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഹാർഡ് ഡിസ്കിൽ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ F ഡിസ്ക് എന്ന് വിളിക്കുന്നു. വിച്ച് മീൻസ് ഫോർമാറ്റിംഗ് ഡിസ്ക് എന്ന് വിളിക്കും. ഹാർഡ് ഡിസ്കിൽ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? F ഡിസ്ക് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ഡിസ്ക്. പഠിക്കുക, ഹാർഡ് ഡിസ്കിൽ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് എന്താണ്? F ഡിസ്ക് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ഡിസ്ക്. ഇനി ഒരു ഹാർഡ് ഡിസ്കിന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി പറയുന്നില്ല. ഇപ്പോഴൊക്കെ നമ്മളൊരു സാധാരണ സിസ്റ്റം വാങ്ങിക്കഴിഞ്ഞാൽ 1 TB 2 TB ഒക്കെ ആയിരിക്കും ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഹാർഡ് ഡിസ്കിന് ഒരിക്കലും സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി പറയുന്നില്ല. എന്നാൽ ഹാർഡ് ഡിസ്ക് വാങ്ങുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്താണ്? RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. ഒരു ഹാർഡ് ഡിസ്കിന്റെ സ്റ്റാൻഡേർഡ് RPM 3600 ആയിരിക്കണം. 1800, 3600, 4800 ഇങ്ങനെ പല വാല്യൂസ് ഉള്ളതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് RPM എത്രയായിരിക്കണം? 3600 ആയിരിക്കണമെന്ന് ഓർത്തിരിക്കണം. ദെൻ ഹാർഡ് ഡിസ്കിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ യൂണിറ്റ് ആണ് സെക്ടർ. ശ്രദ്ധിച്ചോണം, ഒരു ഹാർഡ് ഡിസ്കിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ യൂണിറ്റ് നമുക്ക് എന്ത് വിളിക്കാം? സെക്ടർ എന്ന് വിളിക്കാം. ഹാർഡ് ഡിസ്കിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ യൂണിറ്റ് ആണ് എന്ത്? സെക്ടർ. ഒരു സെക്ടറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 512 ബൈറ്റ്സ് ആയിരിക്കും. എത്രയായിരിക്കും? 512 ബൈറ്റ്സ്. ഇനി നമുക്കറിയാം, നമ്മളിപ്പോ നമ്മുടെ റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരിക്കും.
എന്നാൽ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിടുകയാണ്. ഒരു കസേര വെച്ചിട്ട് അതിൽ കുറെ തുണികൾ ഇടുന്നു, പുസ്തകങ്ങളെല്ലാം അവിടെ ഇവിടെ വാരി വലിച്ചിടുന്നു. അപ്പൊ നല്ല സ്പേസ് ഉണ്ടായാലും പെട്ടെന്ന് നമുക്ക് സ്പേസ് ഇല്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ അതൊക്കെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉള്ളതായിട്ട് തോന്നും. ഇതേപോലെ ഹാർഡ് ഡിസ്കിലും നമ്മൾ ഡേറ്റ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓരോ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ, ഇമേജസ് അല്ലെങ്കിൽ സോങ്സ്, MP3 ഫയൽസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാവരും കൊണ്ടുവന്ന് വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ഇടാം. അങ്ങനെ വെറുതെ നമ്മൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഫിസിക്കലായിട്ട് അതിന്റെ സ്പേസ് പെട്ടെന്ന് ഇല്ലാതാകും. യഥാർത്ഥത്തിൽ സ്പേസ് ഉണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്പേസ് ഇല്ലാന്ന് നമുക്ക് തോന്നും. ഈ സമയത്ത് നമുക്ക് ഹാർഡ് ഡിസ്കിലെ ഡേറ്റ ഫയലുകളൊക്കെ റീഅറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഹാർഡ് ഡിസ്കിലെ ഡേറ്റ ഫയലുകളൊക്കെ റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ് അറിയപ്പെടുന്നതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. ശ്രദ്ധിച്ചോണം, ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. ഹാർഡ് ഡിസ്കിൽ ഡേറ്റ ഫയലുകളൊക്കെ റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. ഡീഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്റ്റോർ ഹൗസ് എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നു? ഹാർഡ് ഡിസ്കിനെ വിളിക്കുന്നു. ഹാർഡ് ഡിസ്ക് ഡെവലപ്പ് ചെയ്ത ആരെന്ന് ചോദിച്ചാലാണ് റേ ജോൺസൺ. ഏത് കമ്പനിക്ക് വേണ്ടിയാണ്? IBM, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസിന് വേണ്ടിയാണ്. ഹാർഡ് ഡിസ്കിൽ ഡേറ്റ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ ഫോർമാറ്റ് ആണെന്ത്? ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ട്രാക്സ്, അതിൽ ഓരോ ചെറിയ ഡിവിഷൻസ് ആണ് സെക്ടേഴ്സ്. ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ എഫ് ഡിസ്ക് എന്നറിയപ്പെടുന്നത്. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്താണ്? RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. സ്റ്റാൻഡേർഡ് RPM എത്രയാണ്? 3600. ഹാർഡ് ഡിസ്കിലെ ഏറ്റവും ചെറിയ അഡ്രസബിൾ യൂണിറ്റ് എന്താണ്? സെക്ടർ. സെക്ടറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 512 ബൈറ്റ്സ് ആണ്. ഹാർഡ് ഡിസ്കിലെ ഡേറ്റ ഫയലുകളൊക്കെ റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ എന്നറിയപ്പെടുന്നു. റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. നെക്സ്റ്റ്, രണ്ടാമത്തെ മാഗ്നറ്റിക് ഡിവൈസ് ആണ് ഫ്ലോപ്പി. നമുക്കറിയാം ഇന്നില്ല, ഔട്ട്ഡേറ്റഡ് ആണ്. എങ്കിലും സ്കൂൾ ടെക്സ്റ്റിലൊക്കെ വെറുതെ അതിനെക്കുറിച്ച് കൊടുക്കുന്നതുകൊണ്ട് പണ്ട് പോലെയുള്ള 3-4 പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഫ്ലോപ്പി ഡിസ്കുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് അലൻ ഷുഗർട്ട്. ആരാണ്? അലൻ ഷുഗർട്ട്. നമ്മൾ ലാസ്റ്റ് ടൈം ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഏതാണ്ട് ഒരു 3.5 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പിയാണ്. ആ ഫ്ലോപ്പിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 1.44 MB ആയിരുന്നു. അത് എത്രത്തോളം ചെറിയ മെമ്മറിയാണെന്ന് ആലോചിച്ച് നോക്കി. അത് ആ ഗ്രാഫിക്സ് സപ്പോർട്ട് ഇല്ലാത്ത കാലമാണ്. ജസ്റ്റ് ടെക്സ്റ്റുകൾ മാത്രം സേവ് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ്. അതുപോലെ അന്നത്തെ ഇമേജിലൊക്കെ വളരെ സൈസ് കുറവായിരുന്നു. പിടിയിട്ടല്ലോ. അപ്പോൾ ഫ്ലോപ്പി ഡിസ്കുകൾ കണ്ടെത്തിയാരാണ്? അലൻ ഷുഗർട്ട്. ഒരു 3.5 ഇഞ്ച് ഫ്ലോപ്പിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 1.44 MB ആണ്. എത്രയാണ്? 1.44 MB. ഇനി നമ്മൾ ഓപ്റ്റിക്കൽ ഡിസ്കുകളെ കുറിച്ച് പഠിച്ചു. CD, DVD, BRD. ശ്രദ്ധിച്ചോണം, ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ലേസർ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ശ്രദ്ധിച്ചോണം, ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ എന്താണ്? ലേസർ. ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് എന്ത്? ലേസർ. ഇനി ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ബേണിംഗ്. ശ്രദ്ധിച്ചോണം, ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോസസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബേണിംഗ്. ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോസസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബേണിംഗ്. ഇനി പണ്ട് പോലെ ചോദിക്കുന്ന 2 സിമ്പിൾ ചോദ്യങ്ങളാണ്. ഓപ്റ്റിക്കൽ ഡിസ്കുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെറ്റൽ അലൂമിനിയം. ഓപ്റ്റിക്കൽ ഡിസ്കുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? അലൂമിനിയം ആണ്. അതുപോലെ ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ലൈറ്റിന്റെ ഒരു വർണ്ണത്തിളക്കമുണ്ടല്ലോ, അതിന് കാരണമായ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ, വിഭങ്കനം. നമ്മൾ പഠിക്കാറില്ല, നിഴലിന്റെ അരികൊക്കെ അവ്യക്തമായിട്ട് കാണാൻ ഡിഫ്രാക്ഷൻ ആണ് കാരണമെന്ന്. അതുപോലെ ഓപ്റ്റിക്കൽ ഡിസ്കുകളിലെ വർണ്ണത്തിളക്കത്തിന് കാരണമായ പ്രതിഭാസം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഡിഫ്രാക്ഷൻ. കിട്ടിയല്ലോ. അപ്പോൾ ഓപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ ലേസർ, ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോസസ് ബേണിംഗ്, ഓപ്റ്റിക്കൽ ഡിസ്കുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെറ്റൽ അലൂമിനിയം. അതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് ഓപ്റ്റിക്കൽ ഡിസ്കുകളിലെ വർണ്ണത്തിളക്കത്തിന് കാരണമായ പ്രതിഭാസം എന്താണ്? ഡിഫ്രാക്ഷൻ. CD, കോമ്പാക്ട് ഡിസ്ക്. അതിന് തന്നെ അഡ്വാൻസ്ഡ് ഫോം ആണ് DVDയും BRDയും. CD കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിംസ് T. റസ്സൽ. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന CD-യുമായി ബന്ധപ്പെട്ട് ശരി ഏത്, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഡിസ്കുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ CD കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? ജെയിംസ് T. റസ്സൽ. പേര് പഠിക്കുക, ജെയിംസ് T. റസ്സൽ. ഒരു CD-യുടെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ 12 സെന്റിമീറ്റർ. യഥാർത്ഥത്തിൽ അതിൽ ചെറുതൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ആണ്. ഒരു CD-യുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഏതാണ്ട് 650 to 750 MB ആണ്. അങ്ങനെ പറയാൻ കാരണം 680 MB, 700 MB, 720 MB ഇങ്ങനെ പല ഇതിൽ കിട്ടുമായിരുന്നു. പക്ഷേ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 650 മുതൽ 750 MB ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു 650 MB ഉള്ളൊരു CD വാങ്ങി വെച്ചു, അത്രയും സ്പേസ് നമുക്ക് കിട്ടുമോ? ഇല്ല. അതിൽ കുറച്ച് സ്പേസിൽ അതിൽ കുറെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അതെന്താണ്? അപ്പോൾ റോം അല്ലേ? ആ CD-യിൽ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ്? അപ്പോൾ റോം പാർട്ടാണ്. ബാക്കിയുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ
CD നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് നിർമ്മിക്കുന്ന ഒരു റോം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, CD റോം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്താണ് റെഡ് ബുക്ക്, ഓറഞ്ച് ബുക്ക്, യെല്ലോ ബുക്ക്, എന്താണ്? CD റോം സ്റ്റാൻഡേർഡ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഒരു CD-യിൽ റോം ഉണ്ട്, അതിൽ കുറെ ഇൻബിൽഡ് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 700 MB CD വാങ്ങിയാൽ 700 MB നമുക്ക് കിട്ടാത്തത്. കുറച്ച് സ്പേസ് അതിൽ പ്രോഗ്രാംസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ പേരാണെന്ത്? റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക്. പിന്നെ CD-യുടെ അഡ്വാൻസ്ഡ് ഫോം ആണ് DVD, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഒരു DVD-യുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 4.7 GB ആണ്. യഥാർത്ഥത്തിൽ 4.5 GB ഉണ്ട്, പക്ഷേ സ്റ്റാൻഡേർഡ് എത്രയാണ്? 4.7 GB ആണ്. ഒരു 4.7 GB DVD-യിൽ ആക്ച്വലി 4.37 GB കിട്ടത്തുള്ളൂ. ബാക്കി എത്രയാണ്? ഈ റോമായിട്ട് പോയിരിക്കുകയാണ്. പിടിയല്ലോ. അപ്പോൾ ഒരു DVD-യുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.7 GB. DVD-യുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.7 GB. അതിന്റെ ആക്ച്വൽ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.37 GB ആണ്. അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് BRD, ബ്ലൂറേ ഡിസ്ക്. ബ്ലൂറേ ഡിസ്ക് ഒരു സിംഗിൾ ലെയർ BRD, ഒരു സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 25 GB ആയിരിക്കും. ഒരു സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 25 GB. ഡബിൾ ലെയർ ആണെങ്കിൽ 50 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്റ്റിക്കൽ ഡിസ്കിൽ CD, DVD, BRD. നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെറ്റൽ അലൂമിനിയം ആണെന്ന് മനസ്സിലായി. ലൈറ്റിന്റെ പ്രതിഭാസം ഏതാണ്? ഡിഫ്രാക്ഷൻ. അതിൽ ഡേറ്റ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ലേസർ ആണെന്ന് മനസ്സിലായി. ഇതേപോലെ ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോസസ് എന്താണ്? ബേണിംഗ്. CD ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ ബേണിംഗ് എന്നല്ല എഴുതി കാണിക്കാം. പിന്നെ CD കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ ആണ്. CD-യുടെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എത്രയാണ്? 12 cm. സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 650 to 750 MB. റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക് ഇവ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ പറഞ്ഞ CD റോം സ്റ്റാൻഡേർഡ്സിന് എക്സാമ്പിൾ ആണ്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ഒരു DVD-യുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 4.7 GB ആണ്. അതിന്റെ ആക്ച്വൽ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.37 ആണ്. BRD ബ്ലൂറേ ഡിസ്കിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 25 GB ആണ്. ലാസ്റ്റ് നമ്മൾ ഫ്ലാഷ് മെമ്മറിയെ കുറിച്ച് പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ഒരു നോൺ വോളറ്റൈൽ EEPROM ആണ് ഫ്ലാഷ് മെമ്മറി. കൃത്യമായി പറഞ്ഞാൽ എന്താണ്? EEPROM ആണ്, ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റോം ആണ് എന്ന് പറഞ്ഞു. ഇതിന് എക്സാമ്പിൾ ആണ് USB-യും SD കാർഡ്സും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് റോം അല്ലല്ലോ, അതിലുള്ള ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ USB ഡിവൈസസിനും SD കാർഡ്സിനൊക്കെ റീഡ് സൈക്കിളും ഉണ്ട്, റൈറ്റ് സൈക്കിളും ഉണ്ട്. പിടിയല്ലോ. നമ്മൾ നിശ്ചിത ടൈം നമ്മൾ അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റൈറ്റ് സൈക്കിൾ പൂർത്തീകരിക്കും. ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന മെമ്മറി കാർഡിന് 20,000 ആയിരിക്കും അതിന്റെ റൈറ്റ് സൈക്കിൾ. അതായത് 20,000 തവണ നമ്മൾ അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റൈറ്റ് സൈക്കിൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ട് അത് എന്തായിട്ട് മാത്രം മാറും? റീഡ് ഓൺലി മെമ്മറി ആയിട്ട് മാറും. മനസ്സിലായില്ല? അതിൽ കിടക്കുന്ന എല്ലാ ഡേറ്റയും നമുക്ക് റീഡ് ചെയ്യാനും കോപ്പി ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ പുതുതായിട്ടൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കറക്റ്റ്. അപ്പോൾ ആ റോമിന്റെ കൺസെപ്റ്റ് കൂടിയിട്ടില്ല. അപ്പോൾ നോൺ വോളറ്റൈൽ EEPROM ആണ്. അതിന്റെ റൈറ്റ് സൈക്കിളും ഉണ്ട്, റീഡ് സൈക്കിളും ഉണ്ട്. ഒരു നാൾ അതിന്റെ റൈറ്റ് സൈക്കിൾ തീരും. അല്ലാതെ നമ്മളൊരു മെമ്മറി കാർഡോ പെൻഡ്രൈവോ വാങ്ങിച്ചാൽ ജീവിതകാലം മുഴുവൻ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിടിയിട്ടല്ലോ. അതിന്റെ റൈറ്റ് സൈക്കിൾ പൂർത്തീകരിക്കുമ്പോൾ അത് പെർമനന്റ് ആയിട്ട് എന്തായിട്ട് മാറും? ഈ പറഞ്ഞ റോമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ നോൺ വോളറ്റൈൽ EEPROMകളാണ് എന്തെന്ന് വിളിച്ചത്? ഫ്ലാഷ് മെമ്മറികൾ എന്ന് പറഞ്ഞത്. കിട്ടിയിട്ടല്ലോ. മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നില്ലേ? ഈ USB ഡിവൈസസ്, SD കാർഡ്സ് എന്താണ്? നോൺ വോളറ്റൈൽ EEPROMകളാണ്. അപ്പോൾ EEPROMകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? SD കാർഡ്സും ഈ പറഞ്ഞ USB ഡിവൈസസും. ഇനി USB എല്ലാവർക്കും അറിയാം. USB-യുടെ പൂർണ്ണരൂപം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB-യുടെ കോ ഫൗണ്ടർ ഒരു ഇന്ത്യൻ വംശജനാണ്, അമേരിക്കൻ എഞ്ചിനീയറാണ് അദ്ദേഹം. നിലവിൽ അജയ് ഭട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ USB കണ്ടുപിടിച്ച ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ഭട്ട്. പിന്നെ SD കാർഡ് നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. SD കാർഡിന്റെ പൂർണ്ണ രൂപമാണ് സെക്വേഡ് ഡിജിറ്റൽ കാർഡ്സ്. SD കാർഡിന്റെ പൂർണ്ണ രൂപം എന്താണ്? സെക്വേഡ് ഡിജിറ്റൽ കാർഡ്സ്. SD കാർഡ് സ്റ്റാൻഡ്സ് ഫോർ സെക്വേഡ് ഡിജിറ്റൽ കാർഡ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3 ഡിവിഷൻ ശ്രദ്ധിച്ചോണം. മാഗ്നറ്റിക്, ഓപ്റ്റിക്കല്, ഫ്ലാഷ്. മാഗ്നറ്റിക്കല്, ഓപ്റ്റിക്കല്, ഫ്ലാഷ്. മാഗ്നറ്റിക്കിൽ ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പിയും വരുന്നു, ഓപ്റ്റിക്കൽ CD, DVD, BRD വരുന്നു, ഫ്ലാഷ് മെമ്മറിയിൽ USB ഡിവൈസസും SD കാർഡ്സും വരുന്നു. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെയും കൺസെപ്റ്റ് എന്താണെന്ന് പിടികിട്ടി. അപ്പൊ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് ഫ്ലാഷ് മെമ്മറികളെ കുറിച്ചാണ്. അത് നോൺ വോളറ്റൈൽ EEPROMകളാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ് കോമൺ ടൈപ്പ് റോം എന്ന് എന്തിനെ വിളിച്ചത്? EEPROMകളെ വിളിച്ചത്. നമ്മൾ USB ഡിവൈസസ്, SD കാർഡ്സ് ഒക്കെ
ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞു. സെക്കൻഡറി മെമ്മറികളിൽ നമ്മൾ ചീപ്പായിട്ടുള്ള മെമ്മറികളാണ്, അതായത് പ്രൈമറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൾക്കായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ ഈ പറഞ്ഞ പ്രൈമറി മെമ്മറി എടുക്കുമെന്ന്. കറക്റ്റ് അല്ലേ? നമ്മളിപ്പോൾ എന്ത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എവിടെയാണ് വരിക? ഹാർഡ് ഡിസ്കിലാണ് വരിക. പക്ഷെ ബൂട്ടിങ് മറ്റ് പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നുണ്ട്? മെയിൻ മെമ്മറിയിലേക്ക് പോകുന്നുണ്ട്. പിടിയില്ലല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ബൾക്കായിട്ടുള്ള ഡേറ്റ ഇവിടെ കൊണ്ടുവെക്കും, ആ ഡേറ്റ ആവശ്യമുള്ളപ്പോൾ പ്രൈമറി മെമ്മറി എടുക്കും, പ്രോസസ്സറിലേക്ക് ചെല്ലും. ഇങ്ങനെ ഒരു കൺസെപ്റ്റിന്മേലാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ഉണ്ട്, അതായത് മെമ്മറിയിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെമ്മറികൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പാർട്ടൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞില്ലയോ, SRAM എന്നാൽ അത് ക്യാഷെ മെമ്മറിയായി ആക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലയോ? ആ പോയിന്റ്സ് ഒക്കെ നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതേപോലെ EEPROM എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ EEPROM, അത് ഫ്ലാഷ് മെമ്മറികളാണ്, മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ്. ഈ പോയിന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിന്നും ഓൾറെഡി പല പരീക്ഷകളും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈസി അല്ലേ? ഈ പറഞ്ഞ പ്രൈമറി മെമ്മറിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി മെമ്മറിയെ കുറിച്ച് ശരിയത് തെറ്റേത് ഇങ്ങനെ വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. റാമുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ശരിയത് തെറ്റേത് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഓപ്റ്റിക്കൽ മെമ്മറികളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ചോദിച്ചൂടെ? ഫ്ലാഷ് മെമ്മറികളെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എന്നിട്ട് 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് 1 2 ശരി 1 മാത്രം ശരി ഇങ്ങനെ വേണമെങ്കിൽ ചോദിച്ചൂടെ? അങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള, കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ഇത് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.